വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു സാമ്പാർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഞാനൊരു പരിപ്പ് കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സാമ്പാറിലേക്ക് വേണ്ടുന്ന കഷ്ണങ്ങളാണിത്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവാള, ഇത്രയും ഞാൻ ആദ്യമേ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വേവിക്കുന്നതിന് മുൻപായിട്ട് അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. പിന്നെ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് ഞാനൊരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2-3 വിസിലടുപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പരിപ്പൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയും വെണ്ടയ്ക്കയും ആണ് കേട്ടോ. പിന്നെ മുരിങ്ങാക്കോലും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് വേവുന്ന പച്ചക്കറികളായതുകൊണ്ട് നമ്മൾ ഞാനൊരു ഒറ്റ വിസിലാണ് ഇത് വേവിച്ചെടുക്കാറുള്ളത്. ഞാൻ വഴറ്റിയൊന്നും തക്കാളി വെണ്ടയ്ക്കൊന്നും വഴറ്റിയിടാറില്ല കേട്ടോ. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ കറി വയ്ക്കാറുള്ളത്. അപ്പോൾ ഞാനതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ അല്പം സാമ്പാർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നാടുകളിലും വ്യത്യസ്ത രീതികളിലാണ് സാമ്പാർ വയ്ക്കുന്നത്. ഞാൻ വയ്ക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ചില ആളുകൾ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ വെളിച്ചെണ്ണയിൽ വഴറ്റി ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ വയ്ക്കുന്നത്. സാമ്പാർ നമുക്ക് വറുത്തരച്ചും വയ്ക്കാം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വയ്ക്കുന്നത്. എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത്. അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. കായത്തിൻ്റെ പൊടി ഞാൻ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സാമ്പാറിനകത്ത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ വേറെ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. സാമ്പാർ പൗഡറിലെ എരിവ് മാത്രമാണ് ഞാൻ നോക്കാറുള്ളൂ. പച്ചമുളക് തന്നെ ഞാൻ ഇട്ട് കൊടുക്കാറില്ല. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഇട്ടുവെന്നേ ഉള്ളൂ. ഇവിടെ മക്കൾക്ക് എരിവ് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരു മുളകെങ്കിലും ഞാൻ കാണിച്ചു തന്നത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് ബാക്കി വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയും വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കടുക് വറുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഞാനതിലേക്ക് പിന്നെ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയും പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്ത് സാമ്പാർ പൊടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ സാമ്പാറിലേക്ക് വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതോടുകൂടി നമ്മുടെ സാമ്പാർ റെഡിയാവും. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റൈലിലാണ് സാമ്പാർ വയ്ക്കുന്നത്. നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം.